ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ അല്ല കേട്ടോ, അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമൊക്കെ ആയിട്ട് കണ്ടത് നമ്മുടെ നന്ദുമോൻ ഭയങ്കര പിടിവാശിയിൽ തന്നെയാണ് ഉള്ളത്. ഡോക്ടർ ആന്റി വരാതെ, ഡോക്ടർ ആന്റി ഈ ഒരു മീറ്റിൽ പങ്കെടുക്കാതെ താൻ ഈ മീറ്റിൽ പങ്കെടുക്കില്ല. തൻ്റെ ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് നടത്തി തന്നേനെ. പക്ഷെ എൻ്റെ പപ്പയല്ലല്ലോ, അതുകൊണ്ടാണല്ലോ എൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരു വിലയുമില്ലാത്തത്. ഇത് കേട്ട ഉടനെ നമ്മുടെ പിങ്കിക്കും ഭയങ്കര വിഷമമായി. ഗൗതം ഒറ്റയൊരുത്തൻ കാരണമാണ് ഇതൊക്കെ ആ കുട്ടി പറയുന്നത്. അവന്റെ മനസ്സിൽ എന്തുമാത്രം വേദനയുണ്ടെന്ന് അറിയാമോ? അവന്റെ സ്വപ്നമല്ലായിരുന്നോ? അത് ഏതറ്റം വരെയെങ്കിലും പോയി നമ്മൾ സാധിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മളെ വാശിക്ക് മുന്നിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല. ഗൗതം പ്ലീസ്, ഗൗതമിന്റെ കാല് പിടിക്കാം. ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷയാണിത്. എൻ്റെ കുട്ടി അവൻ ഒരുപാട് ആഗ്രഹിച്ചാണ്. പ്ലീസ് നന്ദ എങ്ങനെയെങ്കിലും ഒന്ന് പോയി വിളിച്ചുകൊണ്ട് വരുമോ? നന്ദ ഈ മീറ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടി ഈ മീറ്റിൽ പങ്കെടുക്കും, അവൻ ജയിക്കും. അവൻ അത്രയും നല്ല കോൺഫിഡൻസോട് കൂടിയാണ് നിന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, ഞാൻ കാല് പിടിക്കാം. ഞാൻ ഇനി ഒന്നും ഞാൻ ഇനി ഗൗതമിനോട് ആവശ്യപ്പെടില്ല. ഇതെന്റെ അവസാന ആഗ്രഹമായിട്ട് ഗൗതം കാണണം പ്ലീസ്. ഞാൻ ഇത്രയും നാളും എല്ലാം ഉപേക്ഷിച്ച് ഗൗതമിന് വേണ്ടിയും അതുപോലെ ഗൗതമിന്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നിന്നില്ലേ, അതിന്റെ നന്ദിയെങ്കിലും എന്നോടൊന്ന് കാണിക്കൂ ഗൗതം എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി പൊട്ടിക്കരഞ്ഞ് കാലിൽ വീഴാണ്. ഏതായാലും അത്രമാത്രം നമ്മുടെ പിങ്കിക്കും സങ്കടമുണ്ട് കേട്ടോ. ഏതായാലും എന്ത് ചെയ്തു നമ്മുടെ ഗൗതം? ഇനിയിപ്പോ വാശി പിടിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എന്നാലും കുറെ വാശിയൊക്കെ കാണിച്ചു കേട്ടോ. അപ്പൊ അതിനിടയിലാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അരുന്ധതി പറഞ്ഞു, നീ ആണാണെങ്കിൽ പോവില്ല, നീ ആണാണെങ്കിൽ അവള് പറയുന്നത് കേട്ട് നീ നിൽക്കരുത്. പിങ്കി അങ്ങനെ പലതും പറയും, അവളുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നതെങ്കിൽ നീ ഒന്ന് ഓർത്തോണം. ആ നന്ദ എന്ന് പറയുന്ന വൃത്തികെട്ടവൾ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അവൾ ഈ വീട്ടിൽ വന്ന് എന്തോ കൂടോത്രം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയുടെ മനസ്സിങ്ങനെ മാറി നിൽക്കുന്നത്. അല്ലെങ്കിലും കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതിൻ്റെ അച്ഛനും അമ്മയും ആയിരിക്കണം, അല്ലാതെ വേറെ ഉള്ളവരാവരുത്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാം കൈവിട്ടു പോകും. നിന്റെ കയ്യിൽ നിൽക്കില്ല, നീ പിടിച്ചാൽ കൂടില്ല ഒന്നും. അതുകൊണ്ട് ഗൗതം നീ പിങ്കി പറയുന്ന കേൾക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി. ലക്ഷ്മിക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ലക്ഷ്മി നമ്മുടെ നന്ദേനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അരുന്ധതി ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ, അരുന്ധതി പറയുന്നതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് ലക്ഷ്മിയും ഇങ്ങനെ കരുതുന്നുണ്ട്. ഈ സമയത്ത് മോഹിനിയാണെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടി എന്തിനാ നിങ്ങൾ മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ പോകുന്നത്? സ്വന്തം കുഞ്ഞല്ലല്ലോ, പിന്നെ അങ്ങനെ കാല് പിടിക്കേണ്ട കാര്യമുണ്ടോ? ഈ കുടുംബത്തിന്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ട്, അരുണിന്റെ കുഞ്ഞ്. ആ കുഞ്ഞിനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാം. ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചേരെ, അവന്റെ ഇഷ്ടത്തിന് അവനെ അങ്ങ് വിട്ടേരെ. ചുമ്മാ വാശിയും പിടിച്ചു വൈരാഗ്യവും വെച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞാ ആണെങ്കിലും വേണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഓരോന്ന് പറഞ്ഞു നടക്കുക. ഇതിന്റെ ഇടയിൽ കിടന്ന് നമ്മുടെ പിങ്കിയാണ് നട്ടം ചുറ്റുന്നത്. അങ്ങനെ പിങ്കി ആ കുട്ടിയോട് ആവുന്ന തരത്തിൽ പറയുന്നുണ്ട്, മോനെ വാശി പിടിക്കരുത്, അതിൽ തുറക്ക്, മോനെ ഈ മീറ്റിൽ പങ്കെടുക്കും, മോനെ ഈ മീറ്റിൽ ജയിക്കുകയും ചെയ്യും. നന്ദ ഡോക്ടർ വരും, നിന്റെ ഡോക്ടർ ആന്റി വരും, നിന്റെ ഗൗരി മോളും വരും, നീ സങ്കടപ്പെടരുതേ എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ ഡോക്ടർ ആന്റി എന്നെ വിളിക്കട്ടെ, എൻ്റെ ഡോക്ടർ ആന്റി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ടേ ഞാൻ ഈ മീറ്റിൽ പങ്കെടുക്കാൻ വരികയുള്ളൂ. എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ നിങ്ങൾ തടസ്സമല്ലേ? ആയിക്കോട്ടെ, എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ ഇവിടെ കുഴിച്ചു മൂടിക്കോളാം എന്ന് പറഞ്ഞ് ആ കുട്ടി ഇങ്ങനെ വലിയ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മുടെ പിങ്കിയുടെ കരച്ചിലും പിങ്കിയുടെ ആ ഒരു ഇതും സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഗൗതം നന്ദയുടെ അടുത്ത് കീഴടങ്ങുക തന്നെയാണ്. അങ്ങനെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേറെ ഒന്നിനുമല്ല, അങ്ങനെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, വേറെ ഒന്നിനുമല്ല ഞാൻ നന്ദ ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. അവന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. എൻ്റെ കുഞ്ഞിനെ നീ എന്തിനാ ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ മാറ്റിയെടുത്തത്? നീ എന്ത് തന്ത്രമാണ് എൻ്റെ കുഞ്ഞിനോട് പ്രയോഗിച്ചത്? ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പം ഗൗതം എന്താ ഗൗതം പറയുന്നത്? ഗൗതം ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഞാനിപ്പം കുഞ്ഞിന്റെ കൂടെ മീറ്റിൽ പങ്കെടുക്കാൻ വരണം എന്നാണോ അതോ ഒഴിവാകണം എന്നാണോ? ഇത് രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. ഏതെങ്കിലും ഒന്ന് പറയുക. ഇപ്പൊ നന്ദുമോൻ എൻ്റെ പേഷ്യൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആരുടെയും കാര്യം ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും. നന്ദുമോൻ എൻ്റെ പേഷ്യൻ്റ് ആണ്, പേഷ്യന്റിന്റെ അച്ഛനാണ് ഗൗതം, അമ്മയാണ് പിങ്കി. അപ്പൊ നിങ്ങൾ പറയുന്നത് കുറച്ചൊക്കെ ഞാനും കേൾക്കണം.
അതെനിക്കറിയാം. പിന്നെ എൻ്റെ പേഷ്യന്റിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. ആ ഒരു നിലയ്ക്ക് ആ കുട്ടിയുടെ കൂടെ ഞാൻ വരും. അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ തല കുനിക്കുകയോ കുലിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ഓക്കെ. അത് എന്താന്ന് വെച്ചാൽ ഗൗതം ചിന്തിച്ചോ, ഒരുപാട് കാര്യങ്ങൾ ഗൗതം മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെയുള്ളവളാണെന്നും ഞാൻ ഇങ്ങനെയുള്ളവളാണെന്നും ഒക്കെ. അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങോട്ട് ചിന്തിച്ചു കൂട്ടിക്കോ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്, ഗൗതമിന്റെ കൂടെ മോന്റെ അടുത്തേക്ക്. അങ്ങനെ നന്ദ ചെല്ലുന്നു, ഗൗരി ചെല്ലുന്നു. അപ്പം ഇവിടെയാണെങ്കിൽ നമ്മുടെ അരുണ് കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ നന്ദയ്ക്ക് പറ്റിയത്, നന്ദ ശാന്തിപുരത്ത് പോയതിനു ശേഷം നന്ദയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഗൗരിമോൾ ആരുടെ കുഞ്ഞാണ്, അങ്ങനെയുള്ള കുറെ അന്വേഷണങ്ങൾ ഇതിനിടയിൽ കൂടി നമ്മുടെ അരുൺ നടത്തുന്നുണ്ട്. അപ്പൊ അരുൺ ഈ ഒരു അന്വേഷണം നടത്താൻ ശാന്തിപുരത്ത് പോവുകയും അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കുകയും അപ്പൊ കുട്ടിയുടെ പേര് നമ്മുടെ നന്ദയുടെ പേരുമായിട്ട് കൂട്ടിച്ചേർത്തും അതുപോലെ തന്നെ നന്ദയുടെ അച്ഛന്റെ പേരും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ അച്ഛൻ ആരാണ്, സ്വന്തം അച്ഛന്റെ പേര് ചേർത്തിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നന്ദയുടെ കാര്യം അറിയാലോ, രഹസ്യം സൂക്ഷിക്കാൻ, പരമാവധി രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ തന്നെയാണ് നന്ദ. ഒരു പവർ ലേഡി തന്നെയാണ്. അപ്പൊ അത് അത്യാവശ്യം തന്നെ ജീവിക്കാൻ പഠിച്ച ഒരു ലേഡിക്ക് തന്റെ രഹസ്യങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ ആരോടും ആ രഹസ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആകെ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നിർമ്മൽ മാത്രമാണ്, നിർമ്മലിന് മാത്രമാണ്. പക്ഷെ നിർമ്മൽ അത് നന്ദ പറയാതെ, നന്ദ വെളിപ്പെടുത്താതെ, നന്ദയുടെ സമ്മതമില്ലാതെ, നന്ദ പറയാൻ ആഗ്രഹിക്കാത്തടത്തോളം കാലം നമ്മുടെ നിർമ്മലും അത് പറയാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ നന്ദു ആ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരികയും ഡോക്ടർ ആന്റി ഉള്ളത് കൊണ്ട് ഞാൻ മീറ്റിൽ പങ്കെടുക്കും, എനിക്ക് ഫസ്റ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ നന്ദ. കൂടെ ചെല്ലുന്നു. നന്ദയും അതുപോലെ പിങ്കിയും ഗൗതമും കൂടെ ഗൗരിമോളും കൂടെയാണ് ഈ കുട്ടീനെ മീറ്റിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നന്ദുമോന് നല്ല രീതിയിൽ തന്നെ ഈ മീറ്റിൽ പങ്കെടുക്കാനും അതുപോലെ നന്ദുമോൻ ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും കുട്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്നുണ്ട്. എങ്കിലും ആ ബ്രേസ്ലെറ്റ് ഊരാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഇതിനിടയിലാണ് ഇവരൊരു പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ നമ്മുടെ ഗൗരിമോള്. അപ്പൊ ഗൗരിമോൾ ഒരു വലിയൊരു പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ ഈ മീറ്റൊക്കെ അതായത് ഈ ഒരു മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗരിമോളാണെങ്കിൽ ഈ ഒരു പ്ലക്കാർഡ് കാണിക്കുന്നുണ്ട് നന്ദുമോനെ. അങ്ങനെ നന്ദു ഈ പ്ലക്കാർഡ് കണ്ടു കഴിയുമ്പം നന്ദു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതായത് എല്ലാ റോഡുകളിലും ആൾക്കാർ ഒത്തിരി കൂടുന്ന റോഡുകളിലൊക്കെ പോയി ഒന്ന് അന്വേഷിക്കാം. അപ്പൊ ആൾക്കാർ ഒത്തിരി കൂടുന്ന റോഡ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അമ്പലത്തിൽ പൊങ്കാല ഇടുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് ഈ കുട്ടിയുമായിട്ട് ഗൗരിയും നന്ദുവും കൂടി ചേർന്ന് ആ പ്ലക്കാർഡ് പിടിച്ച് ഞാൻ അനാഥനാണ്, എൻ്റെ അച്ഛൻ ആര് അമ്മ ആരെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പിങ്കിയും നന്ദയും ഭയങ്കരമായിട്ടും ക്ലോസ് ആയിട്ട് അവര് ഭയങ്കര കൂട്ടാണ്. അവര് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവര് തന്നെയാണ്. അപ്പം നന്ദയുടെ വാശിയും വൈരാഗ്യവും ഒക്കെ നന്ദ മാറ്റി വെച്ച് പിങ്കിയുമായിട്ട് കൂട്ടായി. അതുപോലെ പിങ്കിക്കും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇവര് തമ്മിൽ നേരത്തെ ശത്രുക്കൾ തന്നെ ആയിരുന്നുവല്ലോ. അപ്പൊ ഇവരുടെ കൂടെയാണ് കുട്ടി ഉണ്ടായിരുന്നത് ആ അമ്പലത്തിൽ പോകുന്ന ആ ഒരു സൈഡില്. ഇതിനിടയിൽ നമ്മുടെ പിങ്കിയോട് ആവർത്തിച്ച് ഗൗതം നന്ദയുമായിട്ടുള്ള കൂട്ട് വേണ്ട, കുട്ടിയെ അവിടെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം വിലക്കിയിട്ടാണ്, ഈ വിലക്കിനെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് നമ്മുടെ പിങ്കി നന്ദയുടെ കൂടെ പോവുകയും കൂട്ടുകൂടുകയും കുട്ടിയുടെ ആശ്വാസം കണ്ടെത്തുക. കുട്ടിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് നേടിക്കൊടുക്കുക. ഗൗരിമോളുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം കുട്ടിക്ക് ഒത്തിരി സന്തോഷവും അവന്റെ മാനസിക വളർച്ചയ്ക്കും ഒക്കെ അവന്റെ രോഗത്തിനും ഒക്കെ അത് നല്ലൊരു ഇതാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി പോകുന്നതാണ്. ആ ഇടയ്ക്കാണ് ആ അമ്പലത്തിന്റെ ആ ഒരു സൈഡിൽ വെച്ച് ഇവരെ രണ്ടുപേരെയും കാണാതാവുകയാണ്. ഇവര് രണ്ടുപേരും ഇങ്ങനെ എൻ്റെ അച്ഛനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കുറച്ച് എന്തോ ഗുണ്ടകളാണോ കിഡ്നാപ്പ് ചെയ്യുന്നവരാണോ ആരാണെന്നൊന്നും അറിയില്ല, നമ്മുടെ ഗൗരിമോളെയാണ് ലക്ഷ്യമാക്കുന്നത്. അതോ ഇനി നമ്മുടെ കൗൺസിലർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. കൗൺസിലർ ഉണ്ടല്ലോ, ആ ഒരു വില്ലത്തി, നമ്മുടെ നന്ദയുടെ ഏക ശത്രു എന്ന് പറയുന്നത് ഇപ്പൊ കൗൺസിലർ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും കൂടി ചേർന്നിട്ട് നമ്മുടെ നന്ദുമോനെ കൊണ്ടുപോകുന്നില്ല. ഈ സമയത്ത് ഗൗരിമോളെ തട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഗൗരിമോളെ കാണാതാകുന്നു. ഈ സമയത്ത് നമ്മുടെ നന്ദുമോൻ നന്നായിട്ട് ഓടുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട്. കുട്ടിയുടെ ബ്രേസ്ലെറ്റ് ഒന്നും കുട്ടി കാര്യമാക്കുന്നില്ല. കുട്ടി നല്ല രീതിയിൽ ഓടുകയും കുട്ടിക്ക് ആ ഒരു എന്താ പറയാ, ആ കാലിന്റെ പ്രശ്നമൊക്കെ ആ ഒരു ഓട്ടത്തോടു കൂടി
ആ ഒരു ഗൗരിയെ രക്ഷിക്കാനുള്ള ആ ഒരു വെപ്രാളത്തോടു കൂടി കാല് നോർമലായി കിട്ടുകയാണ്. കാലിന് പിന്നെ പ്രശ്നമൊന്നുമില്ല. കുട്ടിയുടെ കാല് ആ ഒരു പൂർണ്ണ അവസ്ഥയിൽ എത്തുകയാണ്. എല്ലാ കുട്ടികളെയും പോലെ തന്നെ ആ കാലിന് ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ഗൗരിമോളെ കാണാതാകുന്നു. നന്ദയും പിങ്കിയും വല്ലാതെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയത്ത് ആദ്യം നന്ദുമോനെയും ഗൗരിമോളെയും കൂടിയാണ് കാണാതാകുന്നത്. ഇതിനിടയിൽ നമ്മുടെ നന്ദുമോനെ കണ്ടുപിടിക്കും. ഇവർ ആ ഒരു പൊങ്കാലയിട്ട ആ ഒരു കൂട്ടത്തിന് ഇടയിൽ കണ്ടുപിടിക്കും. നമ്മുടെ ഗൗതം എത്തുകയും ഒക്കെ ചെയ്യും. ഗൗതം എത്തി പിങ്കിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ എന്തിനാണ് ഇവളുടെ കൂടെ വന്ന് ചുമ്മാ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്? പറഞ്ഞിട്ടില്ലായിരുന്നു ഇവളുടെ കൂടെ പോകരുത് എന്ന്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് പിങ്കി? ഇവളുടെ കൂടെ കൂടിക്കഴിഞ്ഞ ഇത് തന്നെയാ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിനെ കുറ്റപ്പെടുത്തുന്നു. നന്ദ അവിടെ വലിയൊരു കുറ്റക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഗൗതം. അപ്പോഴത്തേക്കും നന്ദ പറയുന്നുണ്ട്, അപ്പൊ പിങ്കി ന്യായീകരിക്കുന്നുണ്ടല്ലോ, ഒരിക്കലും നന്ദ കാരണമൊന്നും അല്ല ഇത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അപ്പോഴും നമ്മുടെ ഗൗതം പറയുന്നത് ഇവളാണ് കുട്ടിയോട് പറഞ്ഞത്, ഇവള് കാരണമാണ് കുട്ടി ഇതൊക്കെ അറിഞ്ഞത്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും പിങ്കി നമ്മുടെ ഗൗതമിനോട് പറയുന്നുണ്ട്, ഒരിക്കലും നന്ദേനെ കുറ്റപ്പെടുത്തരുത്, കാരണം ഇതിനൊക്കെ കാരണക്കാരിയും ഞാനും കൂടി തന്നെയാണല്ലോ, കാരണം ഞാനാണല്ലോ ഈ സത്യമെല്ലാം ആദ്യം വെളിപ്പെടുത്തിയത്, അതുമാത്രമല്ല ഇപ്പം നന്ദേനെ എടുത്ത് കൊണ്ടുവന്നത് ഞാനാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയുന്നുണ്ട്, പിങ്കി വേണ്ട, എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പണ്ടും അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഗൗതം, ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ അതിനെ ചൂണ്ടിക്കാണിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ എൻ്റെ ജീവിതം ഇവിടം വരെ എത്തി നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദ. ഏതായാലും നമ്മുടെ ഗൗരിമോളെ കാണാതെ പോകുന്നുണ്ട്, ഗൗരിമോളെ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ തന്നെ നമ്മുടെ നന്ദുമോന്റെ കാല് ഭേദമായി പൂർണ്ണ അവസ്ഥയിലും എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഓരോരോ സത്യങ്ങളും ഇതിൻ്റെ കൂടെ പുറത്തു വരികയാണ്. നമ്മുടെ ഗൗതം മോൻ നന്ദുവിൻ്റെയും അതുപോലെ നന്ദുവിൻ്റെ അല്ല സോറി നന്ദയും ഗൗതം മോനല്ല എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എനിക്കറിയത്തില്ല, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട്. നമ്മുടെ നന്ദുമോന് ഗൗതമിൻ്റെയും നന്ദയുടെയും മകനാണെന്നുള്ള യാഥാർത്ഥ്യവും അതുപോലെ ഗൗരിമോള് ഇവരെ രണ്ടുപേരുടെയും മകള് തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യവും ഒക്കെ തെളിഞ്ഞ് വരികയാണ്. അടുത്ത ആഴ്ചത്തെ ആ ഒരു ഇത് അങ്ങോട്ടൊക്കെയാണ് ഇവർ പോകുന്നത്. അപ്പൊ നമ്മുടെ ഗൗതമും പിങ്കിയും കൂടി അന്വേഷിച്ചിറങ്ങാണ് കേട്ടോ. ഗൗതമും പിങ്കിയും കൂടെ അന്വേഷിച്ചിറങ്ങുന്നത് നമ്മുടെ നന്ദുമോന്റെ അച്ഛനും അമ്മയും കണ്ടെത്തി ആ കുട്ടിക്ക് കൊടുക്കണം. കാരണം ആരാന്ന് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണല്ലോ, ഇപ്പൊ ദത്തുപുത്രനാണ് എന്ന് ആ കുട്ടി അറിഞ്ഞു. അപ്പം സ്വന്തം അച്ഛനും അമ്മയും ആര് എന്നുള്ളൊരു ചോദ്യത്തിന് ഗൗതമും പിങ്കിയും കൂടി തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗൗതമും പിങ്കിയും കൂടി ഇറങ്ങി തിരിക്കുമ്പോൾ പല പല നഗ്ന സത്യങ്ങളും വെളിയിൽ വരാൻ പോവുകയാണ്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. ഇനി എന്തെങ്കിലും ന്യൂ അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ വീഡിയോ ചെയ്യാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുകയാണ്. ലൈക്ക് അടിക്കാൻ മറക്കരുത്, ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.